സിനിമയിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി യശസ്വീനായ ശ്രീ പ്രേം നസീറാണ്. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ കുട്ടിക്കാലത്ത് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ എൻ്റെ പിതാവിനോട് കാറിൽ പോകുമ്പോൾ സുമുഖനായ ഒരു ചെറുപ്പക്കാരനെ കാണുന്നു. ആ ചെറുപ്പക്കാരൻ തിരുവനന്തപുരം സെക്രട്ടറിയുടെ മുമ്പിൽ, ആ ചെറുപ്പക്കാരനാണ് പ്രേം നസീർ. പിന്നെ അദ്ദേഹത്തിന് 100 കണക്കിനുള്ള സിനിമകൾ കണ്ടു. പിതാവായിട്ടുള്ള അടുപ്പം കാരണം എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രേം നസീറിന് എപ്പോഴും എന്നെ കാണുമ്പോൾ ഒരു വാത്സല്യം ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അദ്ദേഹം പല സെറ്റുകളിലും ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയും ഞങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള മനസ്സിലായി എല്ലാ തരത്തിലും ഞങ്ങളെ അദ്ദേഹം പരിലാളിച്ചിരുന്നു. ആ നിരക്ക് നോക്കുമ്പോൾ, കാരണം ഒരു വാത്സല്യത്തോട് കൂടിയിട്ട് ഇത് ഗഫൂർ സാഹിബിൻ്റെ മകനാണെന്നുള്ള ആൾക്ക്. ഇപ്പം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, മുനീറും ഞാനും കൂടെ പടയോട്ടത്തിൻ്റെ സെറ്റിൽ പോയത്. അപ്പോൾ അന്ന് മമ്മൂട്ടിയും മോഹൻലാലും വില്ലന്മാരാണ്, ഇപ്പം അതും പ്രേം നസീറുമാണ് ഹീറോസ്. അവർ വില്ലന്മാരായിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ അന്ന് തന്നെ നവോദയ അപ്പച്ചനോട് പറഞ്ഞു, ഇവർ രണ്ടുപേർക്കും കസേര ഇട്ട് കൊടുക്കണം, കാരണം ഇവർ 2 പ്രമുഖരായ വ്യക്തികളുടെ മക്കളാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ബന്ധം അവസാനം എൻ്റെ കല്യാണം ഉറപ്പിക്കുമ്പോൾ സമയത്ത് അദ്ദേഹം എൻ്റെ ഭാര്യ പിതാവ് റഹീമുമായിട്ട് വളരെ അടുത്ത സുഹൃത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം റഹീം പ്രേം നസീറിനോടാണ് പോയി ചോദിക്കുന്നത് ഫസലിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം. അപ്പോൾ അന്ന് പ്രേം നസീർ പറഞ്ഞ്, പിതാവിനെ പറ്റി അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടെ പുത്രനെ പറ്റി എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ് പ്രേം നസീർ പറഞ്ഞത്. അങ്ങനെ ഞാൻ നസീറിനെ കാണാൻ പോയി. നസീറിനെ ഇങ്ങനെ വിവാഹത്തിൻ്റെ കാര്യമൊക്കെ കാണാം. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല, ഞാൻ വരും കല്യാണത്തിന് പങ്കെടുക്കും എന്നൊക്കെ പറഞ്ഞ്. ഞാൻ തിരിച്ച് മദ്രാസിന് ട്രെയിനിൽ നിന്ന് പോരുമ്പോൾ സമയത്ത് അമ്പിളിയുടെ ഒരു ട്രൂപ്പ് പാട്ടിന് പാടാനായിട്ട് അവരുടെ ട്രെയിനിൽ കയറാം. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അങ്ങനെ നിങ്ങളെവിടെ പോകണമെന്ന് വെച്ചാൽ, ഞങ്ങളിങ്ങനെ ഒരു കല്യാണത്തിന് പോവുകയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ആരുമല്ല, അപ്പോൾ നസീർക്ക പറഞ്ഞിട്ട് പോവുകയാണ് ഞങ്ങൾ, നസീർ സാഹിബ് പറഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും കല്യാണത്തിന് പോകുന്നത്, പാട്ട് പാടാനായിട്ട് പോകണം. ഞാൻ ചോദിച്ചാൽ ആരുടെ കല്യാണം എന്ന് പറഞ്ഞപ്പോൾ റഹീമിൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കല്യാണത്തിന് ഒരു ട്രൂപ്പ് ഫ്രീ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് അത് എന്നോട് പോലും പറഞ്ഞില്ല ശ്രീ പ്രൈം മിനിസ്റ്റർ, അത്ര അടുപ്പം. അപ്പോൾ എൻ്റെ കല്യാണത്തിന് അദ്ദേഹം, നമ്മൾ സാധാരണ മുസ്ലിം കല്യാണങ്ങൾക്ക് 2 പേര് സാക്ഷിയായിട്ട് ഒപ്പിടണം. അപ്പോൾ ആ ഒപ്പിട്ട വ്യക്തി പ്രൈം മിനിസ്റ്ററായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു തമാശ, അന്ന് അദ്ദേഹം ഒരു കാലത്ത് 36 സിനിമകൾ അഭിനയിക്കുന്ന കാലഘട്ടം, ഒരു കൊല്ലം. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം നമ്മുടെ ഇത്തിക്കര പക്കി എന്നുള്ള വെള്ളായണി പരമു എന്ന പടത്തിൽ അദ്ദേഹം അഭിനയിക്കുന്നു. അപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീമുരുകാലയ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അനൗൺസ് ചെയ്തു, ഇത്തിക്കര പക്കി എന്ന പടം വരുന്നുണ്ട്, അതിൽ സോമനാണ് ഹീറോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പടത്തിൽ അങ്ങനെയാണ്, ഇത്തിക്കര പക്കി സോമൻ, വെള്ളായണ പരമു നസീർ, ജംബുലിംഗ നാടാറ് ജയൻ, ഇങ്ങനെയാണ് പടം. അങ്ങനെ ഞാൻ നസീറിനെ കാണാൻ പറ്റിയെന്ന് വെച്ചാൽ, നസീർക്ക് സോമനെ വെച്ചിട്ടാണല്ലോ പടം എടുക്കണം. അപ്പോൾ നസീർ ചിരിച്ചിട്ട് പറഞ്ഞ്, ഇത്തിക്കര പക്കി ഞാനായിരിക്കും, വെള്ളായണി പരമുവും ഞാനായിരിക്കും, ജംബുലിംഗവും ഞാനായിരിക്കും. അതേമാതിരി തന്നെ സംഭവിച്ചു. ഈ 3 റോളിലും അദ്ദേഹം തന്നെയാണ് വന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹമായിട്ടുള്ള ബന്ധം, അദ്ദേഹത്തിൻ്റെ മരണം വരെ ഞാനുമായിട്ട് അദ്ദേഹമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഹൈദരാബാദിൽ പഠിക്കുന്ന കാലഘട്ടമാണ്. അദ്ദേഹം ധ്വനിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം വീട്ടിൽ വന്നു, എൻ്റെ കൂടെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സിനിമയായിട്ടുള്ള അങ്ങനത്തെ ഒരു ബന്ധവും എനിക്കുണ്ടായിരുന്നു. അതേമാതിരി തന്നെ ബഹദൂർ ഞങ്ങളുടെ ബന്ധുവാണ്. ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞൊരു പ്രത്യേകത, സിനിമയ്ക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ നടന്മാരായിട്ടുള്ള സുധീർ, പടിയത്ത് കുടുംബം, ഞങ്ങൾ പടിയത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം, സുധീർ, അതേമാതിരി തന്നെ കമൽ, അതേമാതിരി ബഹദൂർ, മൊയ്തു പടിയത്ത്, ഇങ്ങനെ ഒരുപാട് കലാകാരന്മാരെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു കുടുംബമാണത്. അങ്ങനെ അവസാനം ഞങ്ങൾ കുഞ്ഞാലിക്ക എന്ന് പറഞ്ഞ ബഹദൂറിൻ്റെ വീട്ടിൽ ഞാൻ പോവുകയാണ് രാത്രി ഒരു ദിവസം ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ അദ്ദേഹം കൂന്തൽ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്കത് ഭക്ഷണമൊക്കെ തന്ന്, മദ്രാസിലാണ് ഞാൻ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് പോയി, ഞാൻ പത്രം വായിച്ചില്ല. അന്ന് എന്നെ കണ്ടതിന് ശേഷം അദ്ദേഹം രാത്രി കിടന്നുറങ്ങി, അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ ആ പിറ്റേ ദിവസം പത്രം വായിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഇങ്ങോട്ട് ഇവിടെ കൊണ്ടുവന്നത്, മറ്റേ കേരളത്തിലോട്ട് കൊണ്ടുവന്നത് പോലും ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അത്രയും ഞാനായിട്ട് അടുപ്പുള്ള വ്യക്തിയാണ്. ഈ വീട്ടിൽ തന്നെ പല ദിവസങ്ങൾ വന്ന് ഇവിടെ അന്തി ഉറങ്ങിയിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ശ്രീ ബഹദൂർ. ഇനി ചില സാംസ്കാരിക കാര്യങ്ങളെ പറ്റിയിട്ട് MESൻ്റെ എൻ്റെയും കാഴ്ചപ്പാട് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കണം. ഈ അടുത്ത് വലിയ വിവാദങ്ങളുണ്ടായിട്ടുള്ള ചില കാര്യങ്ങളിൽപ്പെട്ടതാണ്. 1 നിലവിളക്ക് കൊളുത്തൽ, 2 ഓണാഘോഷം, 3 നമ്മുടെ പർദ്ദ വിവാദം, ഇങ്ങനെയുള്ള വിഷയങ്ങളെപ്പറ്റി. അപ്പോൾ ഇതിലോട്ട് ഞാൻ അല്ലെങ്കിൽ ക്രിസ്മസ് കേക്ക് കട്ടിങ്, ഇങ്ങനത്തുള്ള വിഷയങ്ങളെ പറ്റിയിട്ട് ഞാൻ എൻ്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാക്കാൻ, എൻ്റെ അഭിപ്രായത്തിൽ 3 വലിയ പ്രശ്നങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമുദായം സമൂഹം നേരിടുന്നുണ്ട്. 1 പാശ്ചാത്യവൽക്കരണം, 2 ആര്യവൽക്കരണം. അതൊരു പഴയ പ്രശ്നമാണ്. ആര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തം ജാതി കൊണ്ടുവന്നത് ആര്യൻ ഇൻവേഷനോട് കൂടിയിട്ടാണ്. ആര്യൻ അധിനിവേശത്തോട് കൂടിയിട്ട് ആ ആര്യന്മാർ വരികയും ഇവിടുത്തെ ജനങ്ങളെ കീഴ്പ്പെടുത്തുകയും അവരെ കീഴാളന്മാരാക്കുകയും അവർക്ക് കൊടുത്ത ജാതിപ്പേര് നൽകിക്കൊണ്ട് അവരെ താഴ്ന്ന ജാതികളായിട്ട് ചിത്രീകരിക്കുകയും ചെയ്തു എന്നാണ് ജാതി. അപ്പോൾ ആര്യനൈസേഷൻ.
മൂന്നാമത് ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലമാണ് അറബൈസേഷൻ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം ഫേസ് ചെയ്യുന്നത്. അപ്പം മറ്റുള്ള സമുദായങ്ങൾ പാശ്ചാത്യവൽക്കരണത്തെ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ആര്യവൽക്കരണത്തെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, വലിയ വിവാദം ഉണ്ടാക്കിയത്. എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ്? അത് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞു പർദ്ദയും വേണ്ട ജീൻസും വേണ്ട, ഇതാണ് ഇത് സ്റ്റേറ്റ്മെൻറ്റാണ്. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടെ ഞാൻ ഈ ചാനലിൽ പറയാൻ ആഗ്രഹിക്കണം. പർദ്ദയും വേണ്ട എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് പലർക്കും പർദ്ദയെ പറ്റിയിട്ടുള്ളൊരു ബോധമില്ല. നക്കാബ്, ഹിജാബ് എന്ന് പറഞ്ഞാൽ കെട്ടുന്നത്, പർദ്ദ, ബുർഖ, ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഞാൻ എതിർത്തിരുന്നത് നക്കാബിനെയാണ്. എന്താണ് നക്കാബ്? നക്കാബ് എന്ന് പറഞ്ഞാൽ മുഖം മറച്ചുകൊണ്ടുള്ള ഇത്. എൻ്റെ ചോദ്യം വളരെ സിമ്പിളായിരുന്നു. മുഖം മറച്ചുകൊണ്ട് എങ്ങനെ ഒരു ഡോക്ടറിന് പ്രവർത്തിക്കാൻ പറ്റും? ഈ വിഷയം വരാനുള്ള കാരണം ഞങ്ങളുടെ ഡെൻ്റൽ കോളേജിൽ ഒരു വിദ്യാർത്ഥിനി മുഖം മറച്ചു വന്നു. എന്താ? അപ്പോൾ അത് ക്ലിനിക്കൽ സൈഡിലുള്ള വിദ്യാർത്ഥിനി ആയതുകൊണ്ട് രോഗികളെ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ രോഗികളെ പരിശോധിക്കുമ്പോൾ ഒരു രോഗി അതിൽ ഒബ്ജക്ഷൻ പറഞ്ഞു. രോഗി പറഞ്ഞ എന്നെ ആരാണ് പരിശോധിക്കുന്നത്, എനിക്ക് അറിയണമെന്ന്. അങ്ങനെയാണ് ഈ വിഷയം പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ വളരെ ശക്തമായിട്ടുള്ളൊരു തീരുമാനമെടുത്ത് മുഖം മറച്ചുകൊണ്ടുള്ള പരിപാടി വേണ്ട എന്ന്. അപ്പോൾ അത് ഞങ്ങളുടെ സംഘടനയുടെ കാഴ്ചപ്പാടാണ്. ഇത് ഞങ്ങൾ മറ്റുള്ള സംഘടനകളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നതല്ല അത്. അപ്പോൾ ഉടനെ തന്നെ ഈ വിഷയത്തെ പറ്റിയിട്ട് ഞാൻ ഒരു കൈതപ്പൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സെമിനാറിൽ ഞാൻ പ്രസംഗിച്ചതിനെ വളച്ചൊടിച്ചുകൊണ്ട് ഞാൻ പർദ്ദക്കെതിരാണെന്നുള്ള രീതിയിലുള്ള ഇത് വന്നു. യഥാർത്ഥത്തിൽ പർദ്ദ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാർ MES ഉണ്ട്. ഞാൻ അതിനൊട്ട് ഞങ്ങൾ ആരും ഇതിനെ എതിർത്തിട്ടില്ല. പക്ഷേ എൻ്റെ ഒന്നും കുടുംബങ്ങളിൽ ആരും പർദ്ദ ഉപയോഗിക്കുന്നില്ല. ഇനി അങ്ങനെ ഒരു പർദ്ദ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ കഴിഞ്ഞ 10-15 വർഷമായിട്ട് മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. ഇന്ന് ഇവിടെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒട്ടുമുക്കാൽ മുസൽമാന്മാരുടെയും വല്യമ്മമാരോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ളവരോ ഇതൊന്നും ഉപയോഗിച്ചിരുന്നില്ല. ഇതിപ്പോൾ അവർ അറബ് രാഷ്ട്രങ്ങളിൽ പോവുകയും അറബ് രീതികൾ പഠിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒബ്ജക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ഭാഗത്ത് നമ്മുടെ സ്ത്രീകൾ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളൊക്കെ മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജിലും നിറഞ്ഞു നിൽക്കുകയാണ്. ഉദാഹരണം MES മെഡിക്കൽ കോളേജിൽ പുരുഷന്മാരൊക്കെ 60% സ്ത്രീകളും 40% പുരുഷന്മാരുമാണ്. അവർ പഠിച്ച് പുരോഗമിക്കുമ്പോൾ ഞാൻ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ചെറിയ ചെറിയ യത്തീംഖാനകളിലും നമ്മുടെ മദ്രസകളിലൊക്കെ പോകുന്ന 5 വയസ്സും 6 വയസ്സുമായ കുട്ടികളെയൊക്കെ പുതപ്പിച്ച് അവരെ മുഖമൊക്കെ മറച്ചുകൊണ്ട് അവരെ കൊണ്ട് ഗ്ലൗസ് ഇടിയിച്ചുകൊണ്ട് അവരെ നമ്മുടെ സമുദായത്തിൻ്റെ പുറം തട്ടുകളിലോട്ട് തള്ളി നീക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് പുരോഗതി നടക്കുമ്പോൾ വേറെ ഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രവണതകൾ നടത്തുന്നു. അതൊരു സാമുദായിക സംഘടന എന്നുള്ള MESന് എതിർക്കാതിരിക്കാൻ പറ്റില്ല. മാത്രമല്ല MES മതസംഘടനയല്ല, മനസ്സിലല്ലേ? അത് ഒരു സാമുദായിക സംഘടനയാണ്. അപ്പോൾ അത് സെക്കുലറായിട്ടുള്ള ഫീൽഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മുസ്ലിം ലീഗും MES ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് സെക്കുലറായിട്ടുള്ള ഫീൽഡിലാണ്. അവിടെ അപ്പോൾ മറ്റു സമുദായങ്ങളുടെ വികാരങ്ങളെ കൂടെ നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും അതൊരു വിവാദമായി മാറി എനിക്ക്. പക്ഷേ അവസാനം കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഒന്നടക്കം, മുജാഹിദും ജമാഅത്തുടക്കം എൻ്റെ സ്റ്റാൻഡാണ് കറക്റ്റ് എന്നുള്ളത് തെളിയിക്കുക. അവർ മീഡിയകളിലൂടെ മാത്രമല്ല, അവരുടെ ഹോം മാസികളായ ഉദാഹരണം ഷബാബായാലും നമ്മുടെ പ്രബോധനമായാലും ഇത്തരത്തിലുള്ള മാസികകളിലൊക്കെ ഞാനെടുത്ത സ്റ്റാൻഡാണ് കറക്റ്റ് എന്നുള്ള സ്റ്റാൻഡിലെത്തി. അതിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഖം മറക്കാൻ ഇസ്ലാമിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞിട്ടുള്ളത് ആകെ മുൻകൈയും മുഖവും ഒഴികെ മറക്കാനാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പം മുൻകൈയുടെ ഡെഫിനിഷൻ മുഖത്തിൻ്റെ ഡെഫിനിഷനിൽ തന്നെ ചില അഭിപ്രായം ഇതുണ്ട്, എവിടെ നിന്നാണ് മുഖം ആരംഭിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള തുടക്കത്തിൽ ഇതെല്ലാം എനിക്കെതിരായിട്ട് തിരിക്കാൻ പറ്റിയെങ്കിലും പല പള്ളികളിലും എനിക്കെതിരായിട്ടുള്ള കുത്തുബകളിലും എനിക്കെതിരായിട്ട് ഒരു പ്രസംഗിച്ചു. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. കാരണം ആ സംഘടനകളുടെ പള്ളിയിൽ പോകുന്ന ആളല്ല ഞാൻ. MES നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അതിൻ്റെ സ്ഥാപനങ്ങളിൽ എന്താണ് ഡ്രസ്സ് ഇടേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് അതിൻ്റെ സംഘടനയാണ് തീരുമാനിക്കേണ്ടത്. ഉദാഹരണമായിട്ട് ഞങ്ങളുടെ ടീച്ചർമാർക്ക് ഞങ്ങൾ വ്യക്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് അവരവിടെ ഇടേണ്ട ഡ്രസ്സ്? സൽവാർ കമ്മീസ് അല്ലെങ്കിൽ സാരി അലോങ് വിത്ത് കോട്ട് എന്നുള്ളതാണ്. MES ഒരു കോട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അവിടുത്തെ ടീച്ചർമാർക്ക് ഇടാനായിട്ട്. അപ്പോൾ അതാണ് അന്നത്തെ പർദ്ദ വിവാദം എന്ന പേരിൽ അത് വളരെ വലിയ ഒരു വിവാദമായിട്ട് ചിത്രീകരിച്ചു. അത് സൗദി അറേബ്യയിൽ പോലും അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങളിൽ പോലും ചർച്ചാ വിഷയമായി. അറബ് പണ്ഡിതന്മാർ, ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ 2 തട്ടിലായി, 2 അഭിപ്രായങ്ങൾ ഊന്നി വന്നത്. പക്ഷേ നമ്മുടെ ഇത്രയും സാക്ഷരത്വവും വിദ്യാഭ്യാസവുമുള്ള കേരളത്തിൽ ഇന്നും ഇതിന് പിന്നിൽ നടക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ള കാര്യത്തിൽ അത്ഭുതമാണ്. എനിക്ക് അവരോട് സഹതാപമാണ് തോന്നുന്നത്. കാരണം അവരുടെ പെൺകുട്ടികളെ എങ്ങോട്ടേക്കാണ് നയിക്കുന്നത്?
ഒരു വിഭാഗം IAS എടുത്തും ഒരു വിഭാഗം ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ ഈ തരത്തിലോട്ട് പോകുന്നു. ഇവർ ഏത് തത്വശാസ്ത്രത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇവർക്ക് ഇനി ഇവർ എന്തെങ്കിലും ഫോറിൻ ഫണ്ടിങ്ങിനോടുള്ള വിധേയത്വമാണോ ഇവർ കാണിക്കുന്നത്? എന്തായാലും വേണ്ടില്ല, വളരെ ദ്രോഹകരമായിട്ടുള്ള ഒരു സംഭവമാണ്. അതിനെ ഞാൻ എതിർത്തു, ഇനിയും എതിർക്കും. എൻ്റെ കാഴ്ചപ്പാടിൽ യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല പർദ്ദ വിഷയത്തിൽ. അതേമായി തന്നെ മറ്റുള്ള ചില സാംസ്കാരിക വിഷയങ്ങളെ പറ്റിയിട്ടും എനിക്ക് അഭിപ്രായങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് വിളക്ക് കത്തിക്കൽ. വിളക്ക് കത്തിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആചാരം മാത്രമാണ്, ഒരു സാംസ്കാരിക ആചാരം മാത്രമാണ്. അതൊരു മതാചാരത്തിൻ്റെ പേരിൽ ആയിട്ട് വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ എതിർക്കേണ്ട ആവശ്യമുള്ളൂ. ഉദാഹരണമായിട്ട് സർക്കാർ ഒരു സർക്കുലർ അയക്കുകയാണെന്ന് വിചാരിച്ചു, എല്ലാ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ തറക്കല്ലിടലും വിളക്ക് കത്തിച്ചുകൊണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കുലർ അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ എതിർക്കണം. കാരണം ഒരു സെക്കുലർ സ്റ്റേറ്റിൽ അങ്ങനെ ഒരു മതാചാരം നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. പക്ഷേ ഉദാഹരണം ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു മുഹൂർത്തത്തിന്, ഒരു പടത്തിൻ്റെ ഇതിന് ആരംഭത്തിൻ്റെ സമയത്ത് ഒരു വിളക്ക് കത്തിച്ചുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അതേമായി തന്നെ ഈ വിളക്ക് കത്തിക്കൽ മതാചാരങ്ങളുടെ ഭാഗമായി നടത്തുമ്പോൾ മാത്രമേ നമ്മൾ എതിർക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ നമ്മുടെ നേഴ്സുമാരുടെ ലൈറ്റിംഗ് ഓഫ് ദ ലാമ്പ്, ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ലാമ്പ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ലാമ്പ് ലൈറ്റ് ചെയ്തുകൊണ്ടാണ് അവർ ക്യാപ്പിംഗ് സെറമണി എന്ന് പറയും. നഴ്സുമാർ അവർ പാസ്സായി പോകുമ്പോൾ സെറമണി നടത്തുന്നത്. അവിടെ വിളക്ക് ഉപയോഗിക്കുന്നതിനെ കൊണ്ട് എന്താ കുഴപ്പം? ഇനി പോട്ടെ, CPMൻ്റെ ഒരു ദേശീയ കൺവെൻഷനിൽ വിളക്കങ്ങൾ കത്തിച്ചുകൊണ്ട് നമുക്കെന്താ കുഴപ്പം? അതൊരു മതാചാരത്തിൻ്റെ ഭാഗമായിട്ടല്ലല്ലോ ചെയ്യുന്നത്. അത് മാത്രമല്ല, എൻ്റെ നാടായ കൊടുങ്ങല്ലൂർ, ഞാൻ കൊടുങ്ങല്ലൂരുകാരനാണ്. കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളി ആണ്, ചേർമാൻ മസ്ജിദാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നത്, ആദ്യത്തെ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടെ വലിയൊരു വിളക്കുണ്ടല്ലോ ആ ചേർമാൻ മസ്ജിദ്. ആ വിളക്ക് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കത്തിക്കാറുണ്ടല്ലോ. പൊന്നാനിയിലെ പള്ളിയിൽ വിളക്കുണ്ടല്ലോ. അങ്ങനെ അനവധി പള്ളികളിൽ വിളക്കുണ്ട്. അപ്പോൾ വിളക്കെന്ന് പറയുമ്പോൾ വെറും ഒരു വെളിച്ചത്തിൻ്റെ മാത്രം ഒരു ഇത് മാത്രമായിട്ടുള്ളൂ. ഏതായാലും എനിക്ക് സന്തോഷമുണ്ട്, ഈ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ മുമ്പത്തെ മാസം ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിളക്ക് കത്തിച്ചുകൊണ്ട് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഫോട്ടോ ഞാൻ കണ്ടു. അതുമാതിരി പല പരിപാടികളിലും ഞാൻ വിളക്ക് കത്തിച്ചുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യാറുണ്ട്. പക്ഷേ ഞാനതിൽ ഒറ്റ ഒബ്ജക്ഷൻ മാത്രമേ പറയാൻ പാടുള്ളൂ, അതിൻ്റെ കൂടെ ഹൈന്ദവ ആചാരങ്ങൾ കൂട്ടിക്കുഴക്കരുത്. അതൊരു മതസംഘടനയുടെ പരിപാടിക്കാണ് എനിക്ക് യാതൊരു വിരോധമില്ല. ഇതേമാതിരി ഇതിനെ എതിർത്ത മതപണ്ഡിതന്മാരോട് ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ നോമ്പ് തുറക്ക് ഇഫ്താറിന് മറ്റുള്ള സമുദായങ്ങളിൽപ്പെട്ടവരെ വിളിക്കുന്നത്? അവർ നോമ്പ് പിടിക്കുന്നില്ല, അവർ നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടതല്ല, അവിടെ അപ്പോൾ നിങ്ങൾ കോമൺ ആയിട്ട് നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ അവരും ഇത് പറഞ്ഞാലോ ഇതൊരു മതാചാരത്തിൻ്റെ ഭാഗമാണ്, ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട്. MESനെ സംബന്ധിച്ചിടത്തോളം MES സ്ഥാപനങ്ങളിൽ സംഘടന വിളക്ക് കത്തിക്കുന്നില്ല. അതേസമയം അവിടെ ഉദാഹരണമായിട്ട് അവിടുത്തെ യൂണിയൻ, വിദ്യാർത്ഥികളുടെ യൂണിയൻ അല്ലെങ്കിൽ അവരുടെ അധ്യാപകരുടെ യൂണിയൻ, അവിടെ ഒരു പരിപാടിക്ക് അവർ വിളക്ക് ഉണ്ടെന്ന് വെച്ചാൽ നമുക്കതിനെ എതിർക്കാനും പറ്റില്ല. കാരണം ഈ പല സ്ഥാപനങ്ങളും എയ്ഡഡ് സ്ഥാപനങ്ങളെല്ലാം സർക്കാർ ശമ്പളം കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ്. അവിടുത്തെ യൂണിവേഴ്സിറ്റി യൂണിയൻ കോളേജ് യൂണിയൻ അതിൻ്റേതായിട്ടുള്ള അധികാരങ്ങളുണ്ട്, അവിടുത്തെ അധ്യാപക സംഘടനകൾക്ക് അതിനായിട്ട് അധികാരങ്ങളുണ്ട് എന്നുള്ളതാണ് അതിനെ പറ്റിയിട്ട് വിളക്കിനെ പറ്റിയിട്ടുള്ള എൻ്റെ അഭിപ്രായം. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9955444222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. അതേമാതിരി തന്നെ ചില സാംസ്കാരികമായിട്ടുള്ള ഉത്സവങ്ങളുണ്ട്. അതിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉത്സവമാണ് ഓണം. ഓണം സ്റ്റേറ്റ് തന്നെ ഫെസ്റ്റിവലായിട്ട് കൊണ്ടാടുന്നതാണ്. അപ്പോൾ ആ സ്റ്റേറ്റ് ഫെസ്റ്റിവലിൽ മുസ്ലിം ലീഗിൻ്റെ അടക്കമുള്ള മന്ത്രിമാർ പങ്കെടുക്കുന്നതാണ്. ഇവിടുത്തെ പല മാസികകളായി മുസ്ലിം പത്രങ്ങൾ, ഉദാഹരണം മാധ്യമം അല്ലെങ്കിൽ വർത്തമാനം, ഇവരൊക്കെ ഓണപ്പതിപ്പ് റിലീസ് ചെയ്യുന്നതാണ്. ഈ വർത്തമാനത്തിൻ്റെ ഓണപ്പതിപ്പ് ഒരിക്കൽ റിലീസ് ചെയ്ത ആൾ ഞാനാണ്. മാധ്യമത്തിൻ്റെ ഓണപ്പതിപ്പിൽ ഞാൻ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോഴാണ് ചില ആൾക്കാർ പറഞ്ഞു ഓണം കൊണ്ടാടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ചില പ്രചരണങ്ങൾ ചില പള്ളികളിലൊക്കെ നടന്ന് അതിനെതിർക്കാനായിട്ട് MES ഒരു തീരുമാനമെടുത്തു. എന്താണ് തീരുമാനം? MES സംഘടന തന്നെ അതിൻ്റെ 150ഓളം സ്ഥാപനങ്ങളിൽ ഓണം കൊണ്ടാടുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ തന്നെ ഓണം കൊണ്ടാടാൻ തീരുമാനിച്ചു. ഓണത്തിൻ്റെതായിട്ടുള്ള അതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഓണം എന്ന് പറഞ്ഞ സംഭവം ഒരു ഹൈന്ദവ ആചാരമേ അല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഓണം ഒരു ദ്രാവിഡ ഉത്സവമാണ്. ദ്രാവിഡ ഉത്സവം എന്ന് പറഞ്ഞാൽ അവിടെ പുകഴ്ത്തപ്പെടുന്നത് വാമനല്ല, അവിടെ പുകഴ്ത്തപ്പെടുന്നത് മഹാബലിയാണ്. അപ്പോൾ ഹൈന്ദവ ഉത്സവമാണെങ്കിൽ അത് പുകഴ്ത്തപ്പെടേണ്ട വ്യക്തി വാമനാണ്. കാരണം ദശാവതാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. മറിച്ച് ദശാവതാരത്തിൽപ്പെട്ടിട്ടുള്ള വാമനം വന്നിട്ടുള്ള ഇവിടുത്തെ ദ്രാവിഡ രാജാവായിട്ടുള്ള മഹാബലിയെ ചതിച്ചു കൊല്ലുന്നതായിട്ടാണ് അതിൻ്റെ കഥ.
അപ്പോൾ ഇവിടെ മഹാബലിയെ വരവേൽക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഓണം ഫെസ്റ്റിവലിലൂടെ. അപ്പോൾ ആ തരത്തിലുള്ള ഫെസ്റ്റിവൽ കൊണ്ടാടാനായിട്ട് MES ഒരു തീരുമാനം എടുത്തിട്ട് ഈ പൂക്കളം ഇടുകയും ഓണത്തിൻ്റെ ഡാൻസും കാര്യങ്ങളും എല്ലാം സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തു തികച്ചും സെക്കുലറായിട്ടുള്ള രീതിയിൽ. അങ്ങനെ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെല്ലാം ഞങ്ങൾ കൊണ്ടാടി. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിലുള്ളത് ഭൂരിപക്ഷം മുസ്ലിമുകളാണല്ലോ, ആ മുസ്ലിമുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, ഒരു സ്ഥാപനവും ഞങ്ങളുടെ കൊണ്ടാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒരു സ്ഥാപനത്തിൽ ഞാനെന്ന് പറഞ്ഞപ്പോൾ MESൻ്റെ എല്ലാ സ്ഥാപനങ്ങളും അത് കൊണ്ടാടി. അപ്പോൾ MESൻ്റെ ഈ സെക്കുലറായിട്ടുള്ള സ്പിരിറ്റ് അത് MES പ്രസിഡൻറ്റ് മാത്രമുള്ളതല്ല, MESൻ്റെ താഴെക്കടയിലുള്ള പ്രവർത്തകർ വരെ അതിനെ അംഗീകരിക്കുന്നു എന്നുള്ളതിന്. കാരണം ഇതൊരു ഡയറക്റ്റ് കൺഫ്രണ്ടേഷൻ്റെ മാറ്ററാണ്. ഞങ്ങൾ കൊണ്ടാടാൻ പറയുന്നു, അപ്പോൾ താഴത്തെ ഞങ്ങളൊരു ഘടകം പറഞ്ഞു ഞങ്ങൾ കൊണ്ടാടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുടുങ്ങിയില്ലേ. ഇത് കൊണ്ടാടാൻ വേണ്ടി പറഞ്ഞിട്ട് ഞങ്ങൾ കേരളത്തിൽ മുഴുവനും ഇത് കൊണ്ടാടി. കേരളത്തിലെ എല്ലാ പ്രസിദ്ധരായിട്ടുള്ള MGS സഹദേവൻ തൊട്ടിട്ട് P വത്സല തൊട്ടിട്ട് തുടങ്ങിയിട്ടുള്ള കാര്യപ്പെട്ടിട്ടുള്ള എല്ലാ എഴുത്തുകാരും സാഹിത്യകാരന്മാരും എല്ലാവരും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഓണം കൊണ്ടാടുകയും നമ്മുടെ ഓണസദ്യ പങ്കിടുകയൊക്കെ ചെയ്തിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓണം കൊണ്ടാടുന്നതോ അതേപോലെ തന്നെ ഒരു ക്രിസ്മസ് കേക്ക് മുറിക്കുന്നതോ ഇതെല്ലാം അനിസ്ലാമികമാണെന്നുള്ള പ്രചരണം നടത്തുന്നത് വർഗീയവാദികളാണ്. അപ്പോൾ ഈ വർഗീയവാദികളുടെ പ്രശ്നം എന്താ വെച്ചാൽ മതമൗലികവാദത്തിൽ നിന്നാണ് തീവ്രവാദം വരുന്നത്. നമ്മളിപ്പോൾ തീവ്രവാദികളാണല്ലോ നമ്മൾ എതിർക്കുന്നത്. എനിക്കുള്ള ഭയം തീവ്രവാദികളെ പറ്റിയിട്ടല്ല, എനിക്കുള്ള ഭയം തീവ്രവാദികളൊക്കെ വളരെ കുറവാണ്, മതമൗലികവാദികളാണ് കുഴപ്പമുണ്ടാക്കുന്നത്. അവർ പണ്ടൊരു കാലത്ത് ഉദാഹരണമായിട്ട് ഇവർ തമ്മിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ സുന്നികൾ മുജാഹിദിൽപ്പെട്ടവരെ കണ്ടിറങ്ങി സലാം വിട്ടില്ല, അസ്ലാം അലൈക്കും എന്ന് പറഞ്ഞാൽ തിരിച്ചു പറയില്ല, കാരണം അല്ല എന്ന് പറഞ്ഞിട്ട്. അതേമാതിരി തന്നെ അവർ തമ്മിലുള്ള വിഭാഗീയതയുടെ പേരിൽ ഇവർ തമ്മിൽ തല്ലും. ഇപ്പോൾ അതിന് പകരമായിട്ട് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു മതവിഭാഗങ്ങളെ എങ്ങനെയായിട്ടുള്ള ഇത്തരത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള ഇൻട്രാക്ഷനുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമങ്ങൾ അതിശക്തമായിട്ട് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി എതിർക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ കാര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ യുവജന സംഘടനകൾ, യൂത്ത് ലീഗും MSFും ഈ തരത്തിലുള്ള സംഘടനകൾക്കും എൻ്റേതായിട്ടുള്ള സെയിം കാഴ്ചപ്പാടാണെന്നത്. ആ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവരെ നേതാക്കന്മാരെ പലരും പറഞ്ഞു. പക്ഷേ പിന്നെ എനിക്ക് അനുകൂലമായിട്ടാണ് നിന്നത്. പക്ഷേ അതിൽ പലപ്പോഴും ഒരു ചോദ്യം ചോദിക്കാറുണ്ട് അവർ, ഡോക്ടർ എന്തിനും ഇങ്ങനത്തെ കാര്യങ്ങൾ എടുത്തിടുന്നു? അതിൻ്റെ മറുപടി ഞാൻ പറയാം, ഇതൊക്കെ വളരെ രഹസ്യമായിട്ട് പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മതമൗലികവാദം അതിരഹസ്യമായിട്ട് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പ്രചരിപ്പിക്കുന്നതിനെ നമ്മൾ പുകച്ച് പുറത്തു കൊണ്ടെന്ന് കാണിക്കണം. ഇതാണ് എൻ്റെ തീരുമാനം ആ കാര്യത്തിനെ പറ്റിയിട്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ, ഈ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളിൽ ഉറച്ച നിലപാടോടുകൂടിയിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വിജയം, കേരളത്തിലെ മുസ്ലിമുകളുടെ വിജയം എന്താണെന്ന് വെച്ചാൽ അവർ ഈ സമൂഹത്തിൻ്റെ ഭാഗമായി നിലകൊണ്ടു. ഈ സമൂഹത്തിൽ നടന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അവർ മറ്റു സമുദായങ്ങളുടെ കൂടെ നിന്നു എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് വർഗീയ ലഹള എന്ന പേരിൽ ചിത്രീകരിക്കാൻ ചിലരെങ്കിലും ആഗ്രഹിച്ചിട്ടുള്ള നമ്മുടെ മലബാർ ലഹളയെ മനസ്സിലായില്ലേ, അല്ലെങ്കിൽ മാപ്പിള ലഹള എന്ന് പറഞ്ഞിരുന്ന മലബാർ ലഹളയെ മനസ്സിലായില്ലേ, ഒരു പൂർണ്ണമായിട്ടുള്ള സെക്കുലർ കാഴ്ചപ്പാടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് CPM മാതിരിയുള്ള പാർട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവരതിനൊരു കർഷക സമരമായിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് അവരതിനെ കണ്ട് നമ്മുടെ എല്ലാം കൂടുതൽ മുസ്ലിം സമുദായത്തിന് കൂടുതൽ യശസ് വർദ്ധിപ്പിക്കാത്ത രീതിയിലുള്ള കാഴ്ചപ്പാടോടുകൂടി അവർ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിൽ പെട്ട ചില ആൾക്കാർ ഇത്തരത്തിലുള്ള മതമൗലികവാദമായിട്ട് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അത് മുസ്ലിം സമുദായത്തിന് ഗുണകരമായിരിക്കുകയില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഒരു ഭാഗത്ത് ഇസ്ലാമിക മതമൗലികവാദവും തീവ്രവാദവും വളരുമ്പോൾ അതോടൊപ്പം തന്നെ മറുഭാഗത്ത് ഹൈന്ദവ മതമൗലികവാദം തീവ്രവാദമൊക്കെ ഒരു ഇസ്ലാം ഫോബിയ എന്നുള്ള നിലയിൽ വളർന്നുകൊണ്ടിരിക്കും. അതിൽ നിർഭാഗ്യവശാൽ കേരളത്തിലെ മീഡിയകളുടെ റോള് തീരെ ശരിയായിട്ടുള്ള റോളല്ല. ഞാൻ നല്ലൊരു ഉദാഹരണം നമുക്കെടുക്കാം. ഈ നമ്മുടെ വിവാഹപ്രായ വിഷയം, കോഴിക്കോട്ടൊരു യത്തീംഖാനയിൽ ഒരു യത്തീമായിട്ടുള്ള അനാഥയായിട്ടുള്ളൊരു പെൺകുട്ടിയെ ഏതാനും മാസങ്ങൾ കുറവ് എന്നുള്ള നിലക്ക് അവർ അറബിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. ഒരു പാവപ്പെട്ട വിദ്യാർത്ഥി യത്തീംഖാനയുള്ള അനാഥശാലയിലുള്ള ആ യത്തീംഖാന നടത്തുന്ന CSCO എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന നല്ലൊരു സംഘടനയാണ് കേരളത്തിലെ. അപ്പോൾ അതിനെതിരായിട്ട് എന്തുമാത്രം വിവാദങ്ങളാണ് ഉണ്ടായത്. ആ സമയത്ത് മുസ്ലിം സംഘടനകളുടെ മീറ്റിംഗ് കൂടുകയും അവർ ഈ ഒരു കേസ് ഒരു എക്സംഷൻ വേണം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇതുമാതിരിയുള്ള കേസുകൾ എക്സംഷൻ ഉണ്ടാവും. ഉദാഹരണമായിട്ട് ഒരാൾക്ക് ഗൾഫിലോട്ട് പോകണം, 10 ദിവസം കൂടെ ഉണ്ട് ഭാര്യയ്ക്ക് പെണ്ണിന് 18 വയസ്സാവാൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ചെറിയ എക്സം. ഈ പറഞ്ഞ മാതിരി 18 വയസ്സ് എന്ന് പറഞ്ഞതിന് എന്താണ് സാങ്ക്ടിറ്റി ഉള്ളത്? അപ്പോൾ
ആ നിലക്ക് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഭയങ്കരമായിട്ട് പെരുപ്പിച്ച് കാണിക്കുകയും ചില നേതാക്കന്മാരൊക്കെ പ്രസംഗിച്ചത് എന്തൊരു വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്. അവർ കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികളുടെ ഈ വലിയ പുരോഗതി, അതായത് വിദ്യാഭ്യാസ രംഗത്തും അല്ലെങ്കിൽ മറ്റേ ജോലിയുടെ കാര്യങ്ങളിലായാലും ഉദ്യോഗ രംഗത്തൊക്കെ ഉള്ള അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇവരൊരു പ്രാകൃതമായിട്ടുള്ളൊരു സമുദായമാണ്, ഇവരുടെ പെൺകുട്ടികളെ 14 വയസ്സ്. അപ്പോൾ ഇവർ പലരും, ഞങ്ങൾ പല സെമിനാറുകളിലൊക്കെ പങ്കെടുത്തപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ കഥ പറയാൻ തുടങ്ങി. എന്തെന്ന് കഥ എന്താ, 14 വയസ്സിൽ കെട്ടിച്ച് എൻ്റെ 15 വയസ്സ്. ഇതെല്ലാം പഴങ്കഥകളാണ്, ഇതെല്ലാം പഴയ കഥകളാണ്. ഇന്നൊന്നും ആരും അങ്ങനെ കെട്ടിക്കുന്നില്ല. ആരാണ് നമുക്കൊരു കാണിച്ച ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാൻ, ഒരു തെളിവെടുക്കാൻ ഞങ്ങൾ റെഡിയാണ്. എത്ര ശതമാനം മുസ്ലിമുകൾ 1, 2 18 വയസ്സിന് താഴെ പെൺകുട്ടികളെ കെട്ടിക്കുന്നുണ്ട്, 2 എത്ര മുസ്ലിമുകൾക്ക് ബഹുഭാര്യത്വമുണ്ട്, ഇതൊക്കെ നമ്മൾ അല്ലെങ്കിൽ എത്ര ശതമാനം മുസ്ലിമുകൾ മുഖം മറച്ച് നടക്കുന്നുണ്ട്, ഇതിനൊക്കെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാവുന്നതാണ്. MES ആ കാലത്ത് MESൻ്റെ സകല സ്ഥാപനങ്ങൾ 10,000-ഓളം പെൺകുട്ടികളുടെ ഇടയിൽ നിന്ന് ഞങ്ങൾ കണക്കെടുത്തു. എത്ര പെൺകുട്ടികൾ 18-ന് താഴെ വിവാഹം ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ 98% പേരും വേണ്ട എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു സമുദായത്തിൻ്റെ ഏതെങ്കിലും, ഇപ്പോൾ നമ്മൾ പറയാം, ഇപ്പോൾ ഹൈന്ദവ സമുദായത്തിൻ്റെ ബാല്യകാലം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മഹാത്മാഗാന്ധിക്ക് എത്ര പ്രായത്തിലാണ് മഹാത്മാഗാന്ധിയെ കെട്ടിച്ചത്? 13 വയസ്സിലെങ്ങാണ്ടാണ് കെട്ടിച്ചത്. അപ്പോൾ അത് ആ സമുദായത്തിൻ്റെ ആണെന്ന്, അത് ആ കാലഘട്ടത്തിൽ എല്ലാ സമുദായങ്ങൾക്കും ബാലവിവാഹം ഉണ്ടായിരുന്നു, മുസ്ലിം സമുദായത്തിനും ബാലവിവാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ബാലവിവാഹം കുറച്ച് മുസ്ലിം സമുദായം കുറച്ചും കൂടെ കാലം മുന്നോട്ട് കൊണ്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ. അതേമാതിരി തന്നെ ഈ ബഹുഭാര്യത്വത്തിൻ്റെ വിഷയം തന്നെ നമുക്ക് നോക്കിയാൽ നമ്മൾ അറിയപ്പെടുന്ന വ്യക്തികളിൽ എത്ര പേർക്ക് ബഹുഭാര്യത്വം, 2-3 ഭാര്യമാരുണ്ട്?